എല്ലാവർക്കും നമസ്കാരം. ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു തുളസി പോർട്ടലിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്യുമെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്, തുളസി പോർട്ടലിൻ്റെ ഇൻ്റർഫേസിനെ പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം തുളസി പോർട്ടലിലേക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആദ്യം ഈ പോർട്ടലിൽ വരിക. എന്നിട്ട് ഇവിടെ യൂസർ ഐ ഡിയും അതുപോലെ പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആക്സസ് കോഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ആക്സസ് കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഫോണിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും രണ്ടിലേക്കും OTP വരും. അപ്പം അതിൽ ഏതാ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്, ഇപ്പം ഫോണിൽ വരുന്ന OTP ആണെങ്കിൽ ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെരിഫൈ OTP കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അല്ലാതെ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്തിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. പിന്നെ വൺസ് ഇൻ 6 months 6 മാസത്തിൽ ഒരിക്കൽ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നാണ് ഈ സൈറ്റിൽ പറയുന്നത്. അപ്പം 6 മാസം കൂടുമ്പം ഇതുപോലെ നമുക്കൊരു ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ വരും. അപ്പം നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരും. ഈ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ഇരിക്കുന്നത്. അപ്പം നമ്മളിവിടെ പുതിയ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ ലാംഗ്വേജസ് നോൺ, അതുപോലെ ഡിക്ലറേഷൻസ് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കാനുണ്ട്. അതിൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ പോയിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇതിൽ താഴെ കാണുന്ന ഐക്കൺസ് ഒക്കെ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അത് നമ്മളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്താൽ അതിനുശേഷം മാത്രമാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് ദാ ഈ സൈഡിൽ ഈ ബാറിലും കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഏരിയയും ഇപ്പോൾ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുക. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീഷന് ശേഷം ഇതെല്ലാം ആക്റ്റീവ് ആവും. അപ്പം അത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ആ ഏരിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുക. അതിൽ ഏറ്റവും താഴെ ഇവിടെ ചേഞ്ച് ഫോട്ടോഗ്രാഫ്, ചേഞ്ച് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പം ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് എന്ന് പറയുന്നത് 10 year ആണ് അതിൻ്റെ ഒരു വാലിഡ് പീരിയഡ് എന്ന് പറയുന്നത്. 10 വർഷത്തിൽ ഒരിക്കൽ നമ്മൾ മാറ്റിയാൽ മതി. സോ 10 വർഷം കൂടുമ്പം ഫോട്ടോഗ്രാഫും സൈനും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇപ്പം SSLC ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മുടെ. അപ്പം അത് ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ലെവൽ, ഇഷ്യൂയിങ് അതോറിറ്റി ഒക്കെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ 10th ലെവൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ലെവലിൽ 10th ലെവൽ കൊടുക്കുക. ക്വാളിഫിക്കേഷൻ ഇവിടെ SSLC കൊടുക്കുക. സബ്ജക്റ്റ് ജനറൽ. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള. സ്ട്രീം കൊടുത്താൽ റെഗുലർ, അതായത് ഡെയിലി സ്കൂളിൽ പോയി വരുന്ന ആളുകൾ റെഗുലർ ആണ് കൊടുക്കുക. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, അത് നമുക്ക് സാധാരണ അറിയില്ല എന്ന് വെച്ചാൽ A+ ആണല്ലോ, അപ്പോൾ അറിയില്ലാത്തത് അതവിടെ വിടുക. ഗ്രേഡ് ചോദിക്കുമ്പോൾ അവിടെ A+ എന്നോ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഗ്രേഡ് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, നിങ്ങൾ ഏത് ഇയർ ആണ് പാസ് ഔട്ട് ആയത് അത്. അപ്പം 2017 മാർച്ച് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ, അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏതാണ് ഡിസ്റ്റിങ്ഷൻ ആണെന്നുള്ളത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ച് നോക്കുക. രജിസ്റ്റർ നമ്പർ, റിമാർക്സ്, അതിനുശേഷം SS കോഡ് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പം നമ്മളവിടെ സേവ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം സക്സസ്ഫുള്ളി ആഡഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇനി നമുക്ക് +2 ലെവൽ അതുപോലെ അങ്ങനെ ഗ്രാജുവേഷൻ്റെ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആഡ് ഓൺ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു.
പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നോക്കുകയാണെങ്കിലും നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷനിൽ നിന്ന് ഇത് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇനി മാറ്റാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ദാ ഈ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഈ ഐക്കണിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും ബാക്ക് പോയി കഴിഞ്ഞാൽ ID പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. അതും നമ്മുടെ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആധാർ ആണെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ID പ്രൂഫ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് അനദർ ID പ്രൂഫ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID അത് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് താഴെ എംപ്ലോയ്മെന്റ്, ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളവർക്ക് അത്. പിന്നെ ഫിസിക്കൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെന്റ്സ്, ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഹൈറ്റ് ഇൻ സെന്റിമീറ്റേഴ്സ്, ചെസ്റ്റ് ഇൻ സെന്റിമീറ്റേഴ്സ്, വിഷൻ, ഹിയറിംഗ്, പിന്നെ മസിൽസ് ആൻഡ് ജോയിന്റ്സ്, നെർവസ് സിസ്റ്റം, റിമാർക്സ്. ഇതൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല. സാവധാനം സമയം പോലെ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ താഴെ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസസ് ഉണ്ട്. ലാംഗ്വേജസ് നോൺ. അപ്പോൾ ഇതിൽ നമുക്ക് ലാംഗ്വേജസ് നോൺ കൊടുക്കാം. അത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. മദർ ടങ് ആണോ അല്ലയോ അതും ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ലാംഗ്വേജ് വരും. അപ്പം ഇംഗ്ലീഷ് നമുക്കറിയാവുന്ന അത്രയും ലാംഗ്വേജ് ഇവിടെ കൊടുക്കുക. ലാംഗ്വേജിൻ്റെ താഴെ പിന്നെ ജനറൽ സർട്ടിഫിക്കറ്റ്സ്, ഇത് നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്കാൻഡ് ഡോക്യുമെന്റ്സ്, പിന്നെ സർവീസ് വെരിഫിക്കേഷൻ, അതൊക്കെ പിന്നെ സമയം പോലെ ചെയ്താൽ മതിയായിരിക്കും ആ കാര്യങ്ങൾ. പിന്നെ ഡിക്ലറേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണോ, അപ്പം ആണോ അല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുക. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണോ, അതുപോലെ എക്സ് സർവീസ് മാൻ, വിമുക്ത ഭടൻ, അങ്ങനെ വെയിറ്റേജ് ക്ലെയിംസ് വിമുക്ത ഭടന്മാർക്ക് കിട്ടുന്ന എന്തെങ്കിലും വെയിറ്റേജ് ക്ലെയിംസ് നമുക്ക് ഉണ്ടോ, സ്പോർട്ട് പേഴ്സൺ ആണോ, NCCയിൽ ഉണ്ടായിരുന്നോ, അതുപോലെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻസ്, അതായത് MPhil, PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ. പിന്നെ ഏജ് റിലാക്സേഷൻ, അതായത് ഇപ്പം പട്ടാളക്കാരുടെ വിധവകൾക്ക്, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, അതുപോലെ ഓർഫൻ ആയിട്ടുള്ള ആളുകൾക്ക്, അപ്പോൾ അവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ. പിന്നെ വെദർ ഹാഡ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് ഓർ കണ്ടംഡ് ബൈ കോർട്ട് ഓഫ് ലോ, ഏതെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ എന്താ പറയുക കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ വെദർ ഹാഡ് ബീൻ പ്രീവിയസ്ലി ഡീബാർഡ് ബൈ PSCന്റെ ഏതെങ്കിലും ഒരു എക്സാമിന് മുമ്പ് ഡീബാർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ ഡിക്ലറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓൾസോ ഇതെല്ലാം മാൻഡറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഡിക്ലറേഷൻ ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഈ SS കോഡ് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഡിക്ലറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി എന്നാണ്. പ്രൊഫൈൽ കംപ്ലീഷന് ശേഷം നമ്മൾ വരുമ്പം ഇവിടെ എല്ലാതും ആക്റ്റീവായി കിടക്കുന്ന കാണാം. അങ്ങനെ നോക്കുമ്പം ഇവിടെ നമുക്ക് കാണാം ആധാർ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഈ വെരിഫൈഡും ലിങ്ക്ഡും ആണ്, കാരണം നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പം അത് ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ടാബിലാണ് വന്ന് കിടക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അടിച്ചു കൊടുത്ത് ക്വിക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കാറ്റഗറി നമ്പറിൽ പെടുന്ന എക്സാം പെട്ടെന്ന് കിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ ഓരോന്നും എടുത്ത് ഏതൊക്കെ പോസ്റ്റിനാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പം ആക്റ്റീവായി കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം അതിലിപ്പം നമ്മുടെ എലിജിബിലിറ്റി ഇതിനോട് നമ്മൾ കൊടുത്ത നമ്മുടെ ക്വാളിഫിക്കേഷൻസ് വെച്ച് നമ്മുടെ എലിജിബിലിറ്റി ഇതിനോട് മാച്ച് ചെയ്യുന്ന ടെസ്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഇൻഎലിജിബിൾ ആണ്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇങ്ങനെ ഓരോ കാറ്റഗറി നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, എക്സാമിൻ്റെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ജനറൽ എക്സാംസ് അതുപോലെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ ട്രാൻസ്ഫർ ആയിട്ടുള്ള എക്സാംസ്, അതുപോലെ റിസർവ്ഡ് ആയിട്ടുള്ള റിസർവ്ഡ് കാറ്റഗറീസിൻ്റെ ഒക്കെ ഇങ്ങനെ കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് ചെക്ക് ചെയ്ത് വേക്കൻസീസ് വന്നിട്ടുണ്ടോ, നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. പിന്നെ തിരിച്ചു ഹോമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ മൈ ആപ്ലിക്കേഷൻസ്. അപ്പം നമ്മൾ ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ നിലവിലൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇനി വീണ്ടും ഹോമിൽ പോവാം. അതിൻ്റെ നെക്സ്റ്റ് കിടക്കുന്നത് കൺഫർമേഷൻ. കൺഫർമേഷൻ ഇപ്പം നമ്മൾ ഏതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ആ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ആക്റ്റീവ് കൺഫർമേഷൻ കോൾസ് ഇവിടെ വന്ന് കിടക്കും. അപ്പം അന്നേരം നമ്മളിവിടെ കൺഫർമേഷൻ കൊടുക്കണം. അപ്പം അതിൻ്റെ മെസ്സേജസ് ഒക്കെ നമ്മുടെ മെയിലിലേക്കും ഫോണിലേക്കും വരും. അന്നേരം ലോഗിൻ ചെയ്ത് ഇവിടെ കൺഫർമേഷൻ കൊടുക്കണം. പിന്നെ അതിനുശേഷം അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പം എക്സാം അഡ്മിഷൻ ടിക്കറ്റ്സ് ഒക്കെ ഇവിടെയാണ് വന്ന് കിടക്കുക. അപ്പോൾ എക്സാമിൻ്റെ നേരെ അഡ്മിഷൻ ടിക്കറ്റ് വന്ന് കിടക്കുന്നുണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ പ്രൊഫൈൽ മെസ്സേജസ്, നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് വരുന്ന മെസ്സേജസ്, ഇപ്പം ബുള്ളറ്റിനെ പറ്റിയിട്ടും അങ്ങനെ ഓരോന്നൊക്കെ മെസ്സേജസ് വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇവിടെ കാണുകയാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ അനൗൺസ്മെൻറ്റ്സ്, അതായത് PSC റിലേറ്റഡ് അനൗൺസ്മെൻ്റ് ഒക്കെ ഈ ഒരു ബാർ തുറന്നു കഴിഞ്ഞാൽ എവിടെയാണ് വന്ന് കിടക്കുക. അപ്പോൾ അതും ഇടയ്ക്ക് നമ്മൾ പ്രൊഫൈലിൽ ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൈ റിസൾട്ട്സ്, നമ്മുടെ എക്സാമിൻ്റെ നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട്സ് ഇവിടെയാണ്. ഷോർട്ട് ലിസ്റ്റിലുണ്ടോ, റാങ്ക് ലിസ്റ്റ്, ഏതിൻ്റെയൊക്കെയാണ് എക്സാമിനേഷൻ, നമ്മുടെ കഴിഞ്ഞ എക്സാമിനേഷൻ്റെ മാർക്ക്, പിന്നെ അഡ്വൈസ് മെമ്മോ, അതൊക്കെ ഈ റിസൾട്ട്സിലാണ് വന്ന് കിടക്കുക. പിന്നെ സർവീസ് വെരിഫിക്കേഷൻ, ഇതൊക്കെ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം. പിന്നെ അതുപോലെ ഇപ്പം ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ മെഡിക്കൽ പ്രിവിലേജ്, അതും നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ, നമുക്ക് ഒരു ആഡഡ് പ്രിവിലേജിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് എ പ്രിവിലേജ് ബട്ടണിൽ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ റിലാക്സേഷൻസോ കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അതിവിടെ ക്ലെയിം ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ ഓൺലൈൻ എക്സാം റിഹേഴ്സൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് പോലെ ഇവിടെ നമുക്ക് ഓൺലൈനിൽ എക്സാംസ് കൊടുക്കാൻ പറ്റും. ഇപ്പം നിലവിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് യു ഡു നോട്ട് ഹാവ് എനി അപ്കമിങ് ഓൺലൈൻ എക്സാമിനേഷൻസ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓൺലൈൻ എക്സാംസ് ഒരു റിഹേഴ്സൽ പോലെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ടാബിലും ഇതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. മൈ പ്രൊഫൈൽ, രജിസ്ട്രേഷൻ കാർഡ്, OTV സർട്ടിഫിക്കറ്റ്, ചേഞ്ച് പാസ്വേഡ്, പിന്നെ അതുപോലെ പേഴ്സണൽ, അതിൽ നോട്ടിഫിക്കേഷൻസ്, മൈ ആപ്ലിക്കേഷൻ, അഡ്മിഷൻ ടിക്കറ്റ്, അനൗൺസ്മെൻറ്റ്സ്, കൺഫർമേഷൻ ഓഫ് എക്സാംസ്, വില്ലിംഗ്നെസ് ഫോർ അപ്പോയിൻമെൻറ്റ്, ഫയൽ എഫിഡവിറ്റ്, പ്രൊഫൈൽ മെസ്സേജസ്, ആൻസർ കീ കംപ്ലയിൻറ്റ്, പിന്നെ മൈ റിസൾട്ട്സ്, ഫീഡ്ബാക്ക്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ FAQs, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതാണ് തുളസി പോർട്ടലിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക ഡീറ്റെയിൽസും അവിടെ നമുക്ക് എന്തൊക്കെ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്വയറീസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നമുക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓൾമോസ്റ്റ് കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. Again, thank you so much for watching the video. Bye.